എന്തൊരു വെറൈറ്റി ആർട്ട് നമുക്ക് ട്രൈ ചെയ്താലോ? ഇതിനായിട്ട് പ്രത്യേകം പെയിന്റോ ബ്രഷോ ഒന്നും വേണ്ട. കുറച്ച് ഇലകളും പൂക്കളും മാത്രം മതി. ഈ ആർട്ടിനൊരു പേരുണ്ട് കേട്ടോ, ബൊട്ടാനിക്കൽ പ്രിന്റിംഗ് ആണ് പറയുന്നത്. ഇതിനു വേണ്ടി ഒരു കട്ടിയുള്ള പേപ്പറും ഒരു OHP ഷീറ്റും വേണം. ഇനി OHP ഷീറ്റ് ഇല്ലെങ്കിലും ഒരു പേപ്പറോ ക്ലോത്തോ മതി. പിന്നെ ഇതിന്റെ മെയിൻ ടൂളാണ് ഹാമർ. ഇനി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ലീഫ് എടുത്ത് പേപ്പറിൽ നല്ല ഭംഗിയിൽ വെക്കുക. എന്നിട്ട് ഈ OHP ഷീറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഹാമർ വെച്ചിട്ട് പ്രസ് ചെയ്യുക. ഹാമർ യൂസ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഹാമർ കൊണ്ട് പേപ്പറിന് പകരം കൈക്ക് പഞ്ച് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്ക് 2 കിട്ടി, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ കട്ടിയുള്ള പൊട്ടാത്ത സ്ഥലത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഈ ലീഫിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ പ്രസ് ചെയ്ത ശേഷം ഈ ഷീറ്റ് ഒന്ന് മാറ്റിയാൽ നല്ല അടിപൊളി നാച്ചുറൽ കളറിലുള്ള പെയിൻറ്റിങ് കിട്ടും. ഇതുപോലെ നമ്മൾ എടുത്ത ഫ്ലവറും കൂടെ ചെയ്യണം. എനിക്ക് ഈ ചെമ്പരത്തി മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ പരീക്ഷണമല്ലേ, അത് മതിയെന്ന് വിചാരിച്ചു. പക്ഷെ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, ചെമ്പരത്തി ആള് സൂപ്പറാണ്. ഈ ഫ്ലവറിൻ്റെയും ലീഫിൻ്റെ ഒക്കെ പാർട്ടിക്കിൾസ് ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ കുറച്ചുകൂടെ ചെയ്യാമെന്ന് വെച്ച് മുറ്റത്തും പറമ്പിലും പോയിട്ട് കുറച്ച് ഭംഗിയുള്ള ലീഫൊക്കെ പറിച്ചു. ബട്ട് ഫ്ലവേഴ്സ് എവിടെയും കിട്ടിയില്ല. അവസാനം കിട്ടിയതാണ് ഈ ഒരു ഫ്ലവർ. അറിയുന്ന പോലെ ഇല്ലേ? ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വീണ്ടും ഒരു പേപ്പർ എടുത്ത് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ഹാമർ വെച്ച് ഒന്നും കൂടെ എല്ലാം പ്രസ് ചെയ്ത് കൊടുത്തു. ബട്ട് ഇത് ആദ്യത്തെ അത്ര പോരല്ലേ. എന്തായാലും എനിക്ക് ബൊട്ടാനിക്കൽ പ്രിന്റിങ് ഇഷ്ടപ്പെട്ടു. ഇത് ചില സ്ഥലത്തൊക്കെ ഫേമസ് ആയിട്ട് ചെയ്യുന്ന ആർട്ടാണ്. കുറേ പേര് ഡ്രസ്സിലും ഗ്രീറ്റിംഗ് കാർഡ്സിലൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണേൽ ഇത് ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ജേണലിലൊക്കെ യൂസ് ആക്കാം. എന്നാലും വലിയ ചിലവില്ലാത്ത മൾട്ടി പർപ്പസ് ആർട്ടല്ലേ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് പറയണേ.